ഇടത് കൈകൊണ്ട് എഴുതുന്ന 1ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ വലത് കൈകൊണ്ട് എഴുതാൻ നിർബന്ധിച്ചെന്ന് പരാതി. സ്കൂളിൽ ഇടത് കൈകൊണ്ട് എഴുതാൻ ഒരു വിദ്യാർത്ഥിയെയും അനുവദിക്കില്ലെന്ന് അധ്യാപകർ പറഞ്ഞതായാണ് രക്ഷിതാക്കളുടെ പരാതി. ശരിക്കും ഇങ്ങനെ ഒരു 4 അല്ലെങ്കിൽ 5 വയസ്സിന് ശേഷം പ്രായമുള്ള ഒരു കുട്ടിയുടെ ഇടത്തെ കൈകൊണ്ട് എഴുതുന്ന ആ ഒരു ശീലം നിങ്ങൾ നിർബന്ധിച്ച് മാറ്റേണ്ടതുണ്ടോ? അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഹാൻഡഡ്നെസ്സിനെ കുറിച്ച് അറിയണം. അതിൽ പാരൻസിൻ്റെ റോൾ എന്താണെന്ന് അറിയണം, അതായത് ഹാൻഡ് പ്രിഫറൻസ്. അപ്പോൾ ഏകദേശം ഒരു കുഞ്ഞിൻ്റെ ഹാൻഡ് പ്രിഫറൻസ് പ്രോപ്പറായി വന്നു തുടങ്ങുന്നത് 2 വയസ്സിന് ശേഷമാണ്. 2 വയസ്സിന് മുമ്പ് ആ കുഞ്ഞ് ആ ചെയ്യുന്ന കാര്യങ്ങൾ 2 കൈ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യാം. അപ്പം ഹാൻഡ് പ്രിഫറൻസ് ആയിട്ട് തുടങ്ങുന്നത് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള ആ സമയത്താണ്. ഏതെങ്കിലും ഒരു കൈ മിക്ക കാര്യങ്ങൾക്കും പ്രിഫർ ചെയ്ത് ആ കുട്ടി ചൂസ് ചെയ്യുന്നത്. 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ആ വന്ന പ്രിഫറൻസ് ഫിക്സ് ആവും എന്ന് പറഞ്ഞാൽ ഇപ്പം 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ ഹാൻഡ് പ്രിഫറൻസ് കാണിക്കുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവർ മാറ്റി ചെയ്യാറുണ്ട്. പക്ഷെ അത് ഫിക്സ് ആവുന്നത് ഏകദേശം 4 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള സമയത്താണ്. അപ്പം ഇത്രയും ഈ ഒരു ഡെവലപ്മെൻറ്റൽ പീരിയഡിൽ ആസ് എ പാരൻസ് നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഒരു 2 വയസ്സ് വരെ പാരൻസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ചെയ്യേണ്ട കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഐഡൻറ്റിഫൈ ദ പ്രിഫേർഡ് ഹാൻഡ്. ഏതാണോ കുഞ്ഞിന് പ്രിഫറൻസ് കുഞ്ഞ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അവരെ തുടർച്ചയായ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ഒരു ഹാൻഡ് ചൂസ് ചെയ്യരുത്, നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഐഡൻറ്റിഫൈ ദ റെഡ് ഫ്ലാഗ് സൈൻ എന്ന് പറഞ്ഞാൽ ഒരു 18 മാസം അല്ലെങ്കിൽ 1 വയസ്സിനൊക്കെ ശേഷം ഒരു കുഞ്ഞ് ഏതെങ്കിലും ഒരു കൈ മാത്രമാണ് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നത് എന്നുള്ളത് അത്ര സുഖകരമായ കാര്യമല്ല. കാരണം 1 വയസ്സിന് താഴെ ഒന്നും ഒരിക്കലും ഒരു കുട്ടിക്ക് ഹാൻഡ് പ്രിഫറൻസ് വരാറില്ല. അവർ അങ്ങനെ ചെയ്യാറുണ്ട്, എന്നതിൽ കൂടി മറ്റു കൈയും ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം 1 വയസ്സിനോ അല്ലെങ്കിൽ 18 മാസത്തിനൊക്കെ താഴെയുള്ള കുട്ടി ഒരു കൈ മാത്രമേ മിക്ക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, മറ്റേ കൈയുടെ അനക്കം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ആ മറ്റേ കൈന് സ്വാധീനക്കുറവോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ 2 വയസ്സ് വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ആ കുഞ്ഞിന് ഏത് കൈയിലോട്ടാണ് കൂടുതൽ താല്പര്യം എന്ന് കണ്ട് മനസ്സിലാക്കുക. അതോടൊപ്പം മറ്റേ കൈ തീരെ അനങ്ങാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് ഡോക്ടറെ കാണിക്കുക. ഇനി 2 വയസ്സ് മുതൽ 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് വരെ എന്താണ് പാരൻസിൻ്റെ റോള്? അവിടെ പാരൻസിൻ്റെ റോള് ഇപ്പോൾ 2 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ കുട്ടിക്ക് വലതാണ് അല്ലെങ്കിൽ ഇടതാണ് കൂടുതൽ പ്രിഫറൻസ് എന്ന് മനസ്സിലായി. ആ മനസ്സിലായതിനെ എൻകറേജ് ചെയ്ത് അത് ഫിക്സ് ചെയ്യാൻ സഹായിക്കലാണ് 2 വയസ്സ് മുതൽ ഒരു 4 വയസ്സ് വരെ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ റോള്. അപ്പോൾ അതെങ്ങനെ അവരെ സഹായിക്കാം? ഇപ്പം സപ്പോസ് ആ കുട്ടിക്ക് വലത്തെ കൈയാണ് അല്ലെങ്കിൽ ഇടത്തെ കൈയാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ കൈകൊണ്ട് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഫൈൻ മോട്ടോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിത്രം വര അല്ലെങ്കിൽ സ്ക്രിബ്ലിങ്, ഈ കൈകൊണ്ട് ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അത്തരം വർക്കുകൾ അവർക്ക് കൂടുതൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഓരോ തവണയും അയാൾക്ക് ഏത് ഹാൻഡാണ് പ്രിഫറൻസ് എന്നുള്ളത് അവൻ്റെ ആദ്യത്തെ 2 വയസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയോ ആ കൈകൊണ്ട് ചെയ്യാൻ അത്തരം വർക്കുകളെ പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായല്ലോ. പിന്നെ മൂന്നാമത്തെ കാര്യം, എൻകറേജ് ചെയ്യുക. എങ്ങനെ? ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ഏറ്റവും പ്രിഫേർഡ് ഹാൻഡ് കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. 4ാമത്തെ കാര്യം, ഇപ്പം കുഞ്ഞ് മിക്കവാറും ഒരു കാര്യം തുടങ്ങുന്നത് ആ കുഞ്ഞിന് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ഹാൻഡ് ആയിരിക്കും. അപ്പോൾ അതേ ഹാൻഡ് വെച്ചിട്ട് ആ ഒരു തുടങ്ങി വെച്ച കാര്യം അവസാനിപ്പിക്കുന്നത് വരെ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത കാര്യം, കുഞ്ഞിന് സെൻട്രൽ ലൈൻ ക്രോസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ചില കാർഡുകൾ ഇപ്പം ഞാൻ എൻ്റെ ഈ കൈയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ കുഞ്ഞിനോട് പറയാം കാർഡ് അല്ലെങ്കിൽ ടോയ്സ് ഇങ്ങനെ നിരത്തി വെക്കുക. അപ്പം നിരത്തി വെക്കുമ്പോൾ ഇവിടെ നിന്നാണ് ആ കുട്ടി തുടങ്ങുക. അപ്പോൾ അങ്ങനെ നിരത്തി വെക്കാൻ പറയുമ്പോൾ ആ കുട്ടിക്ക് ഏത് കൈയാണോ സ്വാധീനം കൂടുതൽ അല്ലെങ്കിൽ ഏത് കൈയോടാണ് താല്പര്യം അത് വെച്ചാണ് കുട്ടി തുടങ്ങുക. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബോഡിയുടെ സെൻട്രൽ ലൈൻ ക്രോസ് ചെയ്യുന്നവരെ അതേ ആക്ടിവിറ്റി തുടങ്ങി കഴിയുമ്പോൾ അത് ഏത് കൈയാണോ കൂടുതൽ പ്രിഫറൻസ് അതിനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു കുഞ്ഞിൻ്റെ കൈയിൻ്റെ ഏത് കൈയാണോ കുട്ടിക്ക് പ്രിഫേർഡ് ആയിട്ടുള്ളത് അതിനെ ഫിക്സ് ചെയ്യാൻ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു കുട്ടിക്ക് 5 വയസ്സായതിനു ശേഷം ആ കുട്ടി വലത്തെ കയ്യനാണ് അല്ലെങ്കിൽ ഇടത്തെ കയ്യനാണ് പിന്നെ അതിൽ മാറ്റാൻ നോക്കലല്ല നല്ല രീതി. കൃത്യമാണല്ലോ.